ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ലോഗ്സ്. അപ്പം ഇൻട്രോയും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, അപ്പം ഡയറക്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ ഞാൻ ഇതാ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഉച്ചക്കേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മളെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മളെ പൂവൻ കോഴിനെ അറക്കാൻ പോവാണ് കേട്ടോ. ഫംഗ്ഷന് വേണ്ടിയിട്ട് എന്നല്ല, മൂന്ന് പൂവനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പൂവനെയാണ് നമ്മൾ നിർത്തുള്ളൂ, ബാക്കി രണ്ട് പൂവനെ വേണ്ടല്ലോ. അപ്പം 10 കോഴികൾ കിട്ടിയതായിരുന്നു കേട്ടോ പഞ്ചായത്തിൽ നിന്ന്. അപ്പം എന്താക്കിയിട്ടുണ്ട്, അപ്പം ഇന്ന് രണ്ടെണ്ണത്തിന് ഇറക്കാം. അപ്പം വരുന്നവരും പോകുന്നവരൊക്കെ പറയൽ തന്നെയാണല്ലോ പണി. ഒരു 3 പൂവനൊന്നും വേണ്ട ട്ടോ, ഒരു പൂവനെ നിർത്തിയാൽ മതി, ബാക്കി രണ്ടെണ്ണത്തിന് നിങ്ങൾ അറുത്തോളി എന്നൊക്കെ പറയണം. അപ്പം ഇപ്പം കറക്റ്റ് ടൈം എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും എല്ലാവരും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടുന്നത് എന്നുള്ളത് ഇൻഷാ അള്ളാ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പം പിന്നെതാ എല്ലാരും കൂടി രാത്രിക്കേക്കാണ് കേട്ടോ ഫംഗ്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും രാത്രിയിലാണ് കേട്ടോ നമ്മള് നടത്താറ്. അപ്പൊ ഇത് അവരിനി പോവാണ്. അപ്പൊ ചിക്കന് റെഡി ആക്കണല്ലോ. അപ്പൊ അത് നമ്മളെ താഴെ തന്നെ ഉണ്ട്. അപ്പൊ താഴേക്ക് കൊണ്ടായി കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കൂടെ ഇച്ചും സച്ചും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഒരു ഉച്ച സമയത്ത് ഒരു 11:30 ആയപ്പോ എത്തിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെതാ ചിക്കനൊക്കെ റെഡിയാക്കി വന്നിട്ട്, അപ്പൊ അവര് പോയ സമയത്ത് ഞാൻ വേഗം മസാലയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മള് സാധാ ഗ്രില്ലിനൊക്കെ റെഡിയാക്കൂല, അത് ആ സെയിം പാറ്റേൺ തന്നെ കേട്ടോ. മല്ലിച്ചപ്പും ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ പച്ചമുളക്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇടണം. അപ്പൊ നമ്മള് സാധാ ഒരു ഗ്രില്ല് ചെയ്യുന്നതിന് എന്തൊക്കെയാണോ മസാലക്കൂട്ട് ഉണ്ടാക്കുക, ആ ഒരു ഇതന്നെ കേട്ടോ. അപ്പൊ അതൊക്കെ ഇതാക്കി നല്ലോണം സെറ്റാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ രാത്രിയിലാണല്ലോ, അപ്പം അത്രയും നേരം നമ്മൾ എന്താക്കണം, ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് ഇവരെല്ലാരും കൂടിയിട്ട് ചിക്കൻ റെഡിയാക്കിയിട്ട് കാക്ക കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഇവരെല്ലാരും കൂടിയിട്ട് മേപ്പാടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ബീഫൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ അവരത് ആ സാധനമൊക്കെ വാങ്ങി എത്തിയിട്ടുണ്ട്. പിന്നെ കോഴിത്തീറ്റി വാങ്ങണമായിരുന്നു കേട്ടോ, അപ്പൊ അതൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പത്തേക്ക് എന്റെ പണിയൊക്കെ ഞാൻ പാത്രം കഴുകലും അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ബീഫും അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ അത് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ പിന്നെ സച്ചുവിന്റെ കുറച്ച് കളികളൊക്കെയാണ് കേട്ടോ. സച്ചു മിച്ചൊക്കെ കൂടിയിട്ട് വണ്ടി ഓടിച്ച് കളിക്കുകയാണ്. അപ്പം സച്ചു കാക്കാനൊപ്പം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കി എല്ലാവരും രണ്ടരേന്റെ 2:45 ബസ്സിനാണ് കേട്ടോ താത്തയൊക്കെ വന്നിട്ടുണ്ട്. മൂത്ത താത്തയൊക്കെ പിന്നെ വൈകുന്നേരമാണ് വന്നത്. അവർക്ക് കുടുംബശ്രീ ഒക്കെ ഉണ്ടോ, കുടുംബശ്രീ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ശേഷമാണ് അവര് എത്തിയിട്ടുണ്ട്. 6 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെത്തിയപ്പോൾ. അപ്പൊ നമ്മളിനി ഞാൻ താത്താനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ. ആരെങ്കിലൊക്കെ വന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക, അതുപോലെ തന്നെ പണികൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉഷാറാണല്ലോ. അങ്ങനെ പിന്നെതാ വരുന്ന സമയത്ത് ഒരു ബ്ലീച്ചിങ് പൗഡർ ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തിനാ വെച്ചിട്ട് ഫ്രണ്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ മേടിച്ചിട്ടുള്ളതായിരുന്നു. അങ്ങനെ പിന്നെതാ എല്ലാരും ഇങ്ങനെ അകത്തേക്ക് കയറാൻ വേണ്ടി പറയുമായിരുന്നു. അപ്പൊ ഞാനിവിടെ ഏസനെയും കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം വന്നാൽ തന്നെ പിന്നെ ഏസനെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പൊ എന്താ ഉണ്ടാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പായസമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നുറുക്ക് ഗോതമ്പുണ്ടല്ലോ, നുറുക്ക് ഗോതമ്പും കൊണ്ടുള്ള പായസമാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ ഇത് എനിക്കിവിടെ അംഗൻവാടിയിൽ നിന്ന് ഫുഡ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇന്നിവിടെ പായസം ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പൊ അത് നല്ലോണം കഴുകുകയാണ് കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട് കഴുകുകയാണ്. അപ്പൊ ഇതാ കാക്കിയുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് സച്ചുവിന്റെ കാലൊക്കെ തട്ടിയിട്ട് ഉള്ളിക്കൊട്ടൊക്കെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. പോനെ തന്നെ പെറുക്കി എടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കാക്ക ഓരോ ഡയലോഗും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ വീഴ്ത്തുന്നത്. കാരണം ഇന്ന് ഒരു മേപ്പാടി പോയപ്പോൾ ചായ കുടിക്കാൻ കയറിയ സമയത്ത് അവിടുന്ന് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇച്ചുവിനെ കളിപ്പിച്ചതായിട്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ ഗ്ലാസ് പൊട്ടി. പിന്നെ അതിന് ശേഷം ഇവിടെ ഗ്ലാസ് ഒക്കെ പൊട്ടിട്ടോ. ഞങ്ങൾ പായസം കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളയിൽ കൊണ്ടുപോയി വെക്കുന്ന ആ ഒരു ടൈമിലും എന്റെ കയ്യിൽ നിന്ന് 3 ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെതാ അതൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു ഭാഗത്ത് നുറുക്കോതമ്പ് വെച്ചു, ഒരു ഭാഗത്ത് അതാ വെല്ലം ഉരുക്കാൻ വേണ്ടിയിട്ട് അതും വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ബീഫിന് കഴുകാനുള്ള തയ്യാറെടുപ്പിലാണ്ടോ, അതും കഴുകണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മള് മുറിച്ചിട്ടാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും ഒന്നോ രണ്ടോ പീസ് കുറച്ച് വലുതുണ്ടാവും കേട്ടോ. അപ്പൊ അത് പിന്നെ നമ്മള് ചെറുതാക്കണം. അപ്പൊ ഞാനിങ്ങനെ അതിങ്ങനെ തപ്പി കണ്ടുപിടിക്കുകയാണ് കേട്ടോ ചെറുതാക്കാൻ വേണ്ടിയിട്ട്. അപ്പം മുത്തു എപ്പം ഇങ്ങനെ പറയുമായിരുന്നു, എന്താണ്, മേമേന്റെ വീഡിയോയിൽ എപ്പോഴും മേമ ഉണ്ടാവില്ല, ബാക്കി എല്ലാവരും ഉണ്ടാവും കേട്ടോ. കാരണം എല്ലാവരും കൂടുന്ന സമയത്ത് ഞാൻ ബാക്കിയുള്ളവരെ വീഡിയോസ് ആണല്ലോ എടുക്കാം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് പായസത്തിന് വേണ്ടിയിട്ടുള്ള തേങ്ങാക്കൊത്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും പൊളന്നെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കുഞ്ഞാങ്ങാക്ക് റെഡിയാക്കി തന്നതായിരുന്നു. അപ്പൊ അത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വെന്ത് നമ്മള് കുടുക്കയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ.
നുറുക്ക് ഗോതമ്പ് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും അതുപോലെ തന്നെ പാല് 2 പാക്കറ്റ് പാലും അതുപോലെ തന്നെ നമ്മളെന്താ ശർക്കര ഉരുക്കുക. അത് പിന്നെ നമ്മൾ അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ ഇതാ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അടിപൊളി ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ ഒത്തുകൂടുന്നുണ്ട്. നമുക്കിതൊക്കെ ഒരു ത്രില്ലാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു വട്ടം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെ ഇടക്കിടക്ക് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലൊക്കെ ആയിട്ടൊന്ന് കൂടലുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ കൂടുകയൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഇതാ കുഞ്ഞങ്കാക്കാന്റെ വക ബീഫ് കേട്ടോ. ബീഫ് കറി കാക്കാന്റെ വകയാണ്. കാക്കയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ കഴുകി കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാക്ക ബാക്കിയുള്ള മസാല പൗഡർ ആണെങ്കിലും തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടത് ആളാണ് കേട്ടോ. അപ്പം എപ്പോഴും കാക്ക ഞാൻ ഉണ്ടാക്കി തരാന്ന് പറയും, പക്ഷെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഈ പരിപാടിക്ക് ഞായറാഴ്ച ആയിരുന്നു കേട്ടോ നമ്മള് പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്ന് കാക്കാന്റെ വകയായിരുന്നു ബീഫ് കറി കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ലാസ്റ്റ് ഏലക്കായ പൊടിച്ചതും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഓരോ ഭാഗത്ത് ഓരോ പണി ഇതാക്കാൻ. അപ്പൊ നമുക്ക് പാൽ ഒഴിക്കണം. അപ്പൊ പാല് തിളപ്പിക്കാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ള പച്ചമുളകൊക്കെ അരിഞ്ഞ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ കാക്കക്ക് എന്തായാലും വെക്കാനൊക്കെ അറിയാം കേട്ടോ. കാക്ക ഇപ്പോഴും ഇവിടെ ഞാൻ കല്യാണം കഴിച്ച് വന്ന മുതൽ ഉമ്മയൊക്കെ പറയുന്നത് ആള് നല്ലോണം ഫുഡ് വെക്കുന്നൊക്കെ. അപ്പം ഞായറാഴ്ചയാണ് ഞാൻ ആദ്യമായിട്ട് കാക്ക ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ ഇത് നമ്മൾ കുറച്ച് ഗ്രേവി ആക്കിയിട്ടാണ് കേട്ടോ ബീഫ് വെക്കുന്നത്. കാരണം പൊറാട്ടയൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഗ്രേവി ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് ഗ്രേവി പോലെയാണ് ഇതാക്കുന്നത്. പിന്നെ ചിക്കൻ നമ്മൾ ആദ്യം ഗ്രില്ല് ചെയ്യാനായിരുന്നു. പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പൊ മഴയായതുകൊണ്ട് പിന്നെ നമ്മൾ എയർ ഫ്രൈയിൽ റെഡിയാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പൊ അതിന് താഴന്ന് അത് കൊണ്ടുവരും കേട്ടോ. അപ്പൊ അതൊക്കെ റെഡിയാക്കണം. അപ്പൊ ഏട്ടന്റെ വീട്ടിലുണ്ട്. അപ്പൊ അത് കൊണ്ടുവരും വൈകുന്നേരം. ഇപ്പൊ നമ്മള് എല്ലാരും വരുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇതൊക്കെ വേഗം തീർക്കാൻ വിചാരിച്ചു. പിന്നെ ചിക്കൻ ഇതാക്കാൻ മാത്രം നിന്നാ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇതാക്കും. പിന്നെ ഇതാ മഞ്ഞപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി ഗരം മസാല ഇറച്ചി മസാല അപ്പൊ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യലും അടുപ്പത്ത് വെക്കലും ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്നാലും ഞാൻ ജസ്റ്റ് കാക്ക വെച്ചതാണ് ഉണ്ടാക്കുകയാണല്ലോ. അപ്പൊ അതൊന്ന് കാണിച്ചതാണ് കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ അടുക്കതാ താഴ്ന്ന ഏട്ടന്റെ വൈഫും മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവര് വരുമ്പം എയർ ഫ്രയറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവസാനമായിട്ട് ഇതാ കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഇനിയിപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി അടുപ്പത്ത് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പം എല്ലാം നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ എന്താക്കിയായിരുന്നു വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പം എല്ലാം കുക്കർ തന്നെയായിരുന്നു കേട്ടോ വെച്ചത്. അപ്പൊ അതൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോ നമ്മളിപ്പോ ഇനി പായസം കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പായസം ആറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കൊക്കെ വേണം കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മക്കളെല്ലാരും കളിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം താഴ്ന്ന് മോനും കുഞ്ഞും പെണ്ണൊക്കെ വന്നപ്പോ അവരും എല്ലാരും ഇപ്പം കളിക്കുന്നുണ്ട്. അപ്പം മക്കളൊക്കെ കൂടി ഹാളിലുണ്ട്. നമ്മളെല്ലാരും അടുപ്പത്തും ഉണ്ട് കേട്ടോ. അടുക്കളയിലുമാണ്. അങ്ങനെ പിന്നെ അതാ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പിന്നെ പാലൊഴിക്കുകയാണ്. ലാസ്റ്റ് ആണ് കേട്ടോ നമ്മള് പാലൊഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മധുരം പാലൊക്കെ ഒഴിച്ച് നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചിരുന്നു. അപ്പൊ മധുരം കുറച്ചും കൂടെ കുറവുണ്ടായിരുന്നു. അപ്പൊ കുറവായതുകൊണ്ട് നമ്മൾ പിന്നെയും ശർക്കര ഉരുക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. പിന്നെ അതിന്റെ അടുത്ത് തേങ്ങാക്കൊത്തും നെയ്യിൽ വറുത്തെടുക്കാണ് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വാങ്ങി വെച്ചത് നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ കിറ്റില് സേമിയ പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏതിലാ വെച്ചാൽ റേഷൻ കടയിൽ നിന്നല്ല. അപ്പൊ ആ ഒരു പായസം വെച്ചന്ന് നമ്മൾ എന്താക്കിയിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കിട്ടിയിരുന്നു. അപ്പൊ അതോടെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ അത് ആ പായസം റെഡിയായി. പിന്നെ അത് ചൂടാറ്റാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ചിക്കൻ എടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് നാടൻ കോഴി ആയതുകൊണ്ട് നല്ല വേവ് ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം താഴ്ന്ന് മൂത്തച്ഛി വന്നപ്പോഴും പറഞ്ഞു. അപ്പൊ നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് അത് എയർ ഫ്രൈയിലിട്ട് ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞപ്പം ഇനിയിപ്പം വലിയ കുക്കറൊക്കെ ഇട്ട് താഴെ എണ്ണയൊക്കെ ആദ്യം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഇതാ ചിക്കനൊക്കെ എടുത്തിടുകയാണ്. പക്ഷെങ്കിൽ ഇത് ഇങ്ങനെ ആക്കേണ്ട ആവശ്യം വേണ്ടില്ലായിരുന്നു കേട്ടോ. കാരണം ഇത് നമ്മൾ കുക്കറിൽ വിസിലടിപ്പിച്ചപ്പം തന്നെ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതില് മസാല ഫുള്ളും ഉണ്ടായിരുന്നത് നമ്മളെ ഗ്രേവിയിലായിരുന്നു കേട്ടോ. വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച സമയത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ എന്നാലും ആ ഗ്രേവിയൊക്കെ കുക്കറിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇറച്ചിയിലേക്ക് ഇല്ലായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ വേവിച്ചോണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ചൊരു ടേസ്റ്റ് കുറവായിരുന്നു. പക്ഷെ എന്നാലും നാടൻ കോഴിക്ക് നമ്മളെ ബ്രോയിലർ കോഴിന്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആ ഒരു വ്യത്യാസമായിരുന്നു. അപ്പൊ കുറച്ചും കൂടി മസാല കുറച്ചും കൂടെ നല്ലോണം അതിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പം ആ
വെച്ചിട്ടില്ലെങ്കിൽ ചിലപ്പം നമ്മളെ എയർ ഫ്രൈ ചെയ്യാൻ മാത്രമാണ് ചെയ്തെങ്കിൽ ചിലപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ അപ്പം വെന്തിട്ടില്ലെങ്കിലും സീനാണ്. ഇതിപ്പോ എന്തായാലും നല്ല വെന്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പായസം കുടിക്കാണ്ടോ. അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഏസനൊന്ന് ഫീഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പായസമൊക്കെ കുടിക്കുകയാണ്. പിച്ചും കുഞ്ഞിപ്പെണ്ണും മോനും എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് പിന്നെ പായസം കുടിച്ചു. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഉണ്ടാക്കാത്തവരൊന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് വെന്തിട്ടോ. ഞങ്ങള് പായസം കുടിച്ച് വന്നപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇനി ഫ്ലെയിം ഒക്കെ ഓഫ് ആക്കാം. നമ്മൾ അരമണിക്കൂറേനും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഫ്ലെയിം കൂട്ടി 2 വിസിലടിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പത്തേക്കിന് സാധനം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ചിക്കൻ പീസ് എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കയ്യിലേക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ ബീഫ് ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വറവിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ എയർ ഫ്രൈയിലേക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മുഴുവനായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ എന്താക്കുകയാണ്, ഇനി ചിക്കൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഇതിൽ ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണോ ഞാൻ കാണുന്നത്. ഇതിന് ചെയ്തിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ എങ്ങനെയാണ് സെറ്റിങ്സും കാര്യങ്ങളും വെക്കുക എന്നുള്ളത് ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത്. അങ്ങനെ തന്നെ ചിക്കനും കാര്യങ്ങളൊക്കെ നെയ്യിലേക്ക് വെക്കാൻ പോവുകയാണ്. അപ്പം കാണിച്ചു തരാം ഞാൻ എങ്ങനെ. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും പഠിക്കാമല്ലോ. അപ്പം മാക്സിമം വെക്കുന്നുണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും എല്ലാം കേട്ടോ ഉള്ളത്. അധികം ഇറച്ചി കുറവാണ് കേട്ടോ. ഫുള്ളും എല്ലാം ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു വ്യത്യാസം ഉണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിൽ കൂടുതലും ഇറച്ചിയായിരിക്കും ഉണ്ടാവുക, എല്ല് കുറവായിരിക്കും. പക്ഷെങ്കിൽ ഇത് നേരെ തിരിച്ചിട്ടാണ് കേട്ടോ. അപ്പം മാക്സിമം വെക്കാൻ പറ്റുന്നത്ര നമ്മൾ എന്താക്കുകയാണ് അതിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അധികം നമ്മള് കുറെ മിനിറ്റ് വെക്കുന്നില്ല. 5 മിനിറ്റ് ആട്ടോ നമ്മൾ വെക്കുന്നുള്ളൂ. ഒരു സൈഡ് 5 മിനിറ്റ്, ഒരു സൈഡ് 5 മിനിറ്റ്, ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. കാരണം ടോട്ടൽ 10 മിനിറ്റ്. കാരണം ഇത് നമ്മൾ വേവിച്ച് എന്ന് മാത്രമല്ല ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി കൂടുതലായിട്ട് പിന്നെയും വെക്കേണ്ട ആവശ്യം. അപ്പം പുറത്തൊരു ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് വെക്കുന്നത് മാത്രം. അപ്പൊ 160 ഡിഗ്രിയിലാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു സെറ്റ് ചെയ്യുന്നതിന്റെ മുകളിൽ തന്നെ ഓരോന്നിനും എത്ര ഡിഗ്രി വെച്ചിട്ട് ചെയ്യണം എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. ഫിഷ് ആണെങ്കിൽ വേറെ സെറ്റിങ്സ് ആണ്. അതുപോലെ തന്നെ പോപ്കോണ്, പിന്നെ നമ്മളെ ചിക്കന്, അങ്ങനെ ഓരോന്നിനും ഓരോ സെറ്റിങ്സ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പൊ ചിലത് ക്ലിയർ ആവുന്നുണ്ട്, ചിലത് ക്ലിയർ ആയിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ കണ്ടോ പോപ്കോണും അതുപോലെ തന്നെ ചിക്കന്റെയും ഫിഷിന്റെയും ഒക്കെ ചിത്രങ്ങളുണ്ട് കേട്ടോ. ബീഫിന്റെയും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനനുസരിച്ചിട്ട് നമ്മൾ എന്താക്കിയാൽ മതി, ഫ്രഞ്ച് ഫ്രൈസിന്റെ അടക്കമുണ്ട് കേട്ടോ, സെറ്റ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നല്ലോണം വേവിച്ചതായതുകൊണ്ട് തന്നെ കൂടുതൽ മിനിറ്റ് നമ്മൾ വെക്കുന്നില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ വൈകുന്നേരം മൂത്ത താത്തി മോളും എത്തിയിട്ടുണ്ട് കേട്ടോ. അവരെത്തിയപ്പോൾ 6 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവര് വന്നപ്പോൾ വേഗം അവർക്ക് എന്താക്കിയിട്ടുണ്ട്, പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവര് പായസമൊക്കെ കുടിച്ചു. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ അവിടെ ഇരുന്ന് കഥ പറയുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ചിനി നെയ്ച്ചോറും കൂടി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ പൊറാട്ട വാങ്ങുന്നുണ്ട്, പിന്നെ ചിക്കൻ ഉണ്ട്, പിന്നെ ബീഫ് ഉണ്ട്. പിന്നെ അഥവാ തികഞ്ഞിട്ടില്ലെങ്കിലേ വിചാരിച്ചിട്ട് കുറച്ച് നെയ്ച്ചോറും പിന്നെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടി ഉണ്ടാക്കണം. അത് നമ്മള് മക്കൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കാനെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ ബാക്കി എല്ലാരും കൂടി പറഞ്ഞപ്പോ കുറച്ചധികം വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നെയ്ച്ചോറും കൂടി നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണ് കേട്ടോ. ഒരു ഭാഗം റെഡി ആയപ്പം ഇനിയിപ്പോൾ എത്ര മിനിറ്റ് വെക്കേണ്ടി വരും എന്നൊക്കെ നോക്കി അതൊക്കെ സെറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബീഫും കൂടിയും വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അവസാന ഘട്ട വറവിടവാണ്. അത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നെയ്ച്ചോറും കൂടി റെഡിയാക്കാം. അത് പിന്നെ നമ്മൾ കുക്കർ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അതുകൊണ്ട് പിന്നെ വലിയ പണിയില്ല, പെട്ടെന്ന് തന്നെ റെഡിയാകും. പിന്നെ ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഇതാക്കുന്നുണ്ട്. അപ്പൊ ഇച്ചും മോനും പൊന്നും ഒക്കെ എല്ലാരും വണ്ടിയിലാണ് കേട്ടോ. അപ്പൊ ഒരു കുറെ ഹാള് കളിക്കും, പിന്നെ അടുക്കളയിലേക്ക് വരും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി കളിക്കലാണ് കേട്ടോ പണി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ദൈക്ക് വന്നിട്ടുണ്ട്. പിന്നെ സാജിക്കും കുഞ്ഞാവി എത്തിയിട്ടില്ല. അവര് ഓൺ ദി വേ ആണ് കേട്ടോ. ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വന്ന സമയത്ത് വേഗം നല്ല മഴ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ നല്ല മഴ ഉണ്ടായിരുന്നു. ഉച്ചക്ക് തുടങ്ങിയ മഴയാണ് കേട്ടോ. രാത്രിയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ കുട്ടികള് ഫുൾ ത്രില്ലാണ്. അതൊക്കെ ഒരു ഫുള്ള് കളിയാണ് മക്കളെല്ലാരും കൂടിയിട്ട്. ഇതാ കുഞ്ഞാവിയും സാജിക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവര് വന്നപ്പം അവർക്കും വേഗം പായസമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവരെ കളിയും കാര്യങ്ങളൊക്കെ നമ്മള് ലാസ്റ്റ് വീഡിയോയില് ഈ വീഡിയോന്റെ ലാസ്റ്റ് ഒന്നും കൂടെ ഇടുന്നുണ്ട് കേട്ടോ.
സൗണ്ടും കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കുന്നില്ല, കാരണം ഫുൾ ഒച്ചപ്പാടാണ്, ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. പിന്നെ ഇപ്പൊ നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞാവ് ഇതാ എസനെ എടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ അവന് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം ഞാൻ എസനെ ഫീഡ് ചെയ്തിട്ട് ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെ പിന്നെ ആള് ഫുൾ കരച്ചിലായിരിക്കും. അങ്ങനെ പിന്നെ ഇനിയിപ്പം പൊറാട്ടയും അതുപോലെ തന്നെ മയോണൈസൊക്കെ കഴിക്കാൻ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പൊറാട്ടയും അതുപോലെ തന്നെ ബീഫും ചിക്കനും പിന്നെ നെയ്ച്ചോറും ഒക്കെ റെഡിയായി. പിന്നെ ലാസ്റ്റ് ഒരു ലൈം ടീയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് നമുക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആണുങ്ങളെല്ലാരും കഴിച്ചപ്പോ കുടിച്ചപ്പോ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മള് പിന്നെ രണ്ടാമത് ഉണ്ടാക്കാനും നിന്നില്ല കേട്ടോ ആരും. പിന്നെ ഇതാ ഫുഡ് ഞാൻ പറഞ്ഞല്ലോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. ടേസ്റ്റും ഉണ്ടായിരുന്നു. നമ്മളെല്ലാരും കൂടിയിട്ട് നിലത്ത് കുറെ ആൾക്കാർ പായിട്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ കസാരയിലും കുറെ ആൾക്കാർ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഫുഡും കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അത് ഓരോരുത്തരായിട്ട് ഇനി പോവാണ് കേട്ടോ. അപ്പം നമ്മളെ കഴുകലും വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ഓരോരുത്തരായിട്ട് ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ആദ്യം മൂന്നാമത്തെ ബ്രദറും വൈഫൊക്കെ പോയിട്ടോ, അവര് പോയി. പിന്നെ അതിന് ശേഷമാണ് മൂന്നാമത്തെ ബ്രദറും രണ്ടാമത്തെ ബ്രദറും കൂടിയിട്ട് ഇനി പോവാൻ നിൽക്കുന്നത്. അപ്പൊ അതിനിടയ്ക്ക് നമ്മളിങ്ങനെ നെക്സ്റ്റ് പ്ലാൻ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള സംസാരിക്കുന്നു. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പിന്നെ ജസ്റ്റ് അതിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മളെ കാറിൽ ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. പിന്നെ സംസാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോ എല്ലാരും പോവാണ്. അപ്പൊ ഇൻഷാ അള്ളാ ട്രിപ്പ് പോകുന്നത് എങ്ങോട്ടേക്കാന്നും ഞാനിപ്പം പറയുന്നില്ല. പോയതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. അപ്പൊ എല്ലാരും വീഡിയോ മാക്സിമം കാണാൻ ഷെയർ ചെയ്യുക. അതിൽ നമ്മൾ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അതിന് ഞാൻ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ, ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാരും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. മുൻഷിറ എന്നാണ് കേട്ടോ ഐഡിന്റെ പേര്. അങ്ങനെ എല്ലാരും കൂടി ആദ്യം നമ്മളെ കാറിൽ കേറി കേട്ടോ. കാറ് കേറി താത്താക്ക് കൂടി കയറാൻ സ്ഥലമില്ലായിരുന്നു, കാരണം അവിടെ എത്ര ആൾക്കാരുണ്ടായിരുന്നു, 5ഉം പിന്നെ 4 ആൾക്കാർ, 8 ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും കൂടി അതില് കേറി പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവരവിടുന്ന് ഇറങ്ങി, അതിന്ന് ഇറങ്ങി പിന്നെ നെക്സ്റ്റ് സജിക്കാൻ്റെ വണ്ടിയിൽ അതിൽ പോകാന്ന് പ്ലാൻ ചെയ്തിട്ടോ. സ്കൂട്ടിയും കാര്യങ്ങളൊക്കെ, ബുള്ളറ്റും കാര്യങ്ങളും വണ്ടി ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെങ്കിൽ അതിൽ പോകാൻ പറ്റൂല, കാരണം ഭയങ്കര മഴയല്ലേ. മഴ ആയതുകൊണ്ട് സ്കൂട്ടിയിൽ പോകാൻ പറ്റൂല. അപ്പൊ കാറിൽ തന്നെ നമ്മൾ പോകണം കേട്ടോ. അതുകൊണ്ട് പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ പനിച്ച് കിടക്കുന്നത്. അപ്പം പിന്നെ നമ്മളെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഫ്ലോപ്പ് ആയി പോകും കേട്ടോ. അപ്പം ഇതിപ്പം ഞാനെടുത്ത വീഡിയോ ഉണ്ട്, ഇക്കെടുത്ത വീഡിയോ ഉണ്ട്, അതാണ് കേട്ടോ രണ്ടും കൂടി മിക്സ് ആയിട്ട് ഇതിൽ കാണുന്നത്. അപ്പൊ ഇതാണ് കുട്ടികൾ കളിക്കുന്ന വോയിസ് ഓവർ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ എല്ലാരും പോയിട്ടോ, എല്ലാരും അടിപൊളിയായിട്ട് നമ്മുടെ പരിപാടിയും കാര്യങ്ങളും അവര് പിന്നെ പോകാനും പിന്നെ നടന്നിട്ട് അങ്ങനെ പോയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെയാണ് നമ്മളെ വിശേഷം കേട്ടോ. അപ്പൊ നമ്മുടെ കൊച്ചു കുടുംബത്തിലെ കൊച്ചു സന്തോഷ നിമിഷങ്ങളൊക്കെ എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് ഒക്കെ കണ്ടു നോക്കാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.